ഹലോ, ഗുഡ് മോർണിംഗ്. ബിഗ് ബോസ് സീസൺ 6 59. ഇന്ന് മോർണിംഗ് ടാസ്കിൽ വന്നിട്ടുള്ളത് ഒരു റിസോർട്ട് സംബന്ധമായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അതിൽ ഇതിൻ്റെ പവർ ടീമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഓണേഴ്സായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ കിച്ചണായിട്ട് വരുന്നുണ്ട്, ഹൗസ് കീപ്പിംഗ് വരുന്നുണ്ട്, എൻ്റർടൈൻമെൻറ്റ് സ്പാ എന്ന രീതിയിൽ വരുന്നുണ്ട്. അതിൽ ഹൗസ് കീപ്പിങ്ങിൽ വരുന്നത് ജാസ്മിൻ ആൻഡ് ടീമാണ്. പിന്നെ കിച്ചണിൽ വരുന്നത് ജിൻഡോ വരുന്നുണ്ട്. കിച്ചണിൽ ജിൻഡോ അർജുന വരുന്നുണ്ട്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് റൂം ഇതിൽ അപ്സര നന്ദന ഈ ടീമാണ് വരുന്നത്. പിന്നെ ഇതിൽ ടീം എടുക്കേണ്ടതിൽ പറയുകയാണെങ്കിൽ അപ്സര ശരണ്യ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് അപ്സര കൂടുതലായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതിൽ കൂടുതലായിട്ട് പെർഫോമൻസ് നടത്തി എന്നുള്ള ഇതിൽ ശരണ്യക്കൊന്നും പറയാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ചൊരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീരേഖ ഒരു നോമിനേഷനിൽ വന്ന ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തു പോകില്ല എന്നുള്ള രീതിയിൽ ചെറിയൊരു ടോക്കും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോട്ടലിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഹോട്ടലിലെ ഡ്രസ്സിങ് അടിപൊളിയായിരുന്നു. നല്ല ഒരു അടിപൊളി ഡ്രസ്സിലായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര ഒരു ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു. തൊപ്പി ഉണ്ടായിരുന്നു. പിന്നെ സായിക്ക് ഒരു റോബോ സായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു ഹെൽമെറ്റുമാരുള്ളതൊക്കെ കൊടുത്തിട്ട് ഒരു ഭയങ്കരമായിട്ട് റോബോ സായി ഇങ്ങനെ ലോടുത്ത് നടക്കുന്നത് റോബോട്ട് പോണ മാതിരി എല്ലാവരും വളരെ നല്ല ഒരു ഇതിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സിങ് നല്ല രസമായിരുന്നായിരുന്നു. പിന്നെ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ മാക്സിമം അവർ സ്വന്തം തന്നെ പാടിയിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് കൊടുത്ത മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു കാറിൻ്റെ ഓണ് കേൾക്കുമ്പോൾ നിങ്ങൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിഥി വരും, അതിഥിയെ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാറിൻ്റെ ഓണടി കേൾക്കുമ്പോൾ ഇവരെല്ലാവരും നേരെ ഗേറ്റിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. ഗേറ്റിൻ്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ നമ്മളെ സാബു മോൻ നമ്മുടെ ബിഗ് ബോസ് സീസൺ 1 വിജയിയായ സാബു മോനാണ് വരുന്നത്. സാബു മോൻ വന്നിട്ട് നല്ല തലയൊക്കെ താത്തി ഇങ്ങനെ ഒരു തൊപ്പിയും ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ടാണ് വരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും സാബു മോനെ അടുത്ത് സ്വീകരിക്കുന്ന എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. സാബു മോൻ വന്ന് സാബു മോൻ എല്ലാ റൂമിലും കിച്ചണിൽ എല്ലാ ഏരിയയിലും സാബു മോൻ പോയി നോക്കി കാണുന്നുണ്ട്. എല്ലാവരോടും ചിരിച്ച് നല്ല രീതിയിലാണ് സാബു ഇങ്ങനെ പോകുന്നത്. കൂടുതലായിട്ട് അപ്സര ലീഡ് ചെയ്യുന്ന ടീമാണ്. സാബുവിനെ വളരെയധികം കെയർ ചെയ്യുന്നത്, സംസാരിക്കുന്നത്, ചേട്ടൻ ഇവിടെ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം സംസാരിക്കുന്നതാണ്. സാബുവിന് അത് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സാബു ആ കാര്യത്തെ വളരെയധികം ചെയ്യുന്നുണ്ട്. അങ്ങനെ സാബുവിന് ഫസ്റ്റ് റൂം ഞങ്ങളുടെ റൂമിലേക്ക് കയറി കുളിയേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പെർഫോമൻസ് ആണ്. സാബു പറഞ്ഞായിക്കോട്ടെ ഞാൻ നിങ്ങളുടെ റൂമിലേക്ക് വരാം, പക്ഷെ നിങ്ങളുടെ പെട്ടി കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല, എല്ലാം നിങ്ങൾ പുറത്തേക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സാബു അവർ അപ്സരയായിക്കോട്ടെ ചേട്ടാ ഒക്കെ എല്ലാം പുറത്തേക്ക് ഒഴിവാക്കി സാബുവിന് പ്രത്യേക റൂം കാര്യങ്ങളൊക്കെ നോക്കി കൊടുത്തു. അപ്പോൾ സാബു പറഞ്ഞു എനിക്ക് നിങ്ങളെ ഈ ഒരു പെരുമാറ്റത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കോയിൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കോയിൻസിലാണ് ഇവർക്ക് ഇതിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഓരോരോ കോയിൻസ് ഇതും കൊടുത്തു. അങ്ങനെയാണ് ഇതിൽ സാബു വലിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ അപ്സരയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ഏരിയയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജിൻഡോ ആണ് വലിക്കുന്നത്, അപ്പോൾ ജിൻഡോനായിട്ട് നമുക്ക് ബന്ധപ്പെട്ടാൽ അത് കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നേരെ ജിൻഡോൻ്റെ അടുത്ത് പോയി ചോദിക്കും. അപ്പോൾ ജിൻഡോ കയ്യിലുള്ളതൊന്ന് കൊടുത്തു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അത് വലിച്ചു. പിന്നെ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബിഗ് ബോസിനോട് പോയിട്ട് ക്യാമറയിൽ പോയിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സാബു പറയുന്നുണ്ട്, കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, അത് ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് സിഗരറ്റ് അത് തരും എന്നുള്ള രീതിയിലേക്കാണ് സംസാരിക്കുന്നത്. പക്ഷേ അത് സിഗരറ്റ് കിട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ സിഗരറ്റ് കൊടുത്തതിന് സാബുവിനോട് എനിക്ക് വളരെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് സാബുവിന് ഒരു കോയിൻസ് കൊടുക്കുന്നുണ്ട്.
പിന്നെ സാബു പറയുന്നത് ഇവിടെ വളരെ ഉറങ്ങിക്കിടക്കുകയാണ്, ഷോ വളരെ ഉറങ്ങുകയാണല്ലോ, എന്താണിത്, വളരെ ഒരു ഉറക്കത്തിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ കുറേ സംസാരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ സാബുമോനൊരു പ്രാങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ സാബുമോന് ഒരു പ്രാങ്ക് കൊടുക്കുകയാണ്, ഇവർക്ക് ടീമിന് മൊത്തത്തിൽ ഒരു പ്രാങ്ക് കൊടുക്കുകയാണ്. നോറ എന്തോ ചെറിയൊരു കാര്യം എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാങ്കാണ് കൊടുക്കുന്നത്. പക്ഷെ അത് ഋഷിക്ക് അത് മനസ്സിലായിട്ടില്ല പ്രാങ്കാണെന്നുള്ളത്. ഋഷി അത് ഓവറായിട്ട് അത് എന്തോ ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ അപ്സരേനെ ഭയങ്കര ഒരു വഴക്കാണ് വരുന്നത്. ആ വഴക്ക് കുറേ നേരം നീണ്ടു കുറേ നേരം വഴക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി. അതിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാഗ്വാദങ്ങളും അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള രീതിയിലും നിന്നേക്കാൾ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ജാസ്മിനും മറ്റുള്ളവരെല്ലാവരും കുറേ ആൾക്കാർ അതിങ്ങനെ നോക്ക് വാച്ച് ചെയ്യാന്നല്ലാതെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. അവർ വിട്ടുന്നിങ്ങനെ അത് എന്താണ് സംഭവം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലാസ്റ്റ് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചെയറിലിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആരാണ് കൂടുതൽ പെർഫോം ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സാബുമോൻ അപ്സര ടീമിന് പോയിൻറ്റ്സ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു റാങ്കിൽ കൂടുതൽ കയറി വഷളാകാതെ നിന്നത് ജിൻഡോ ജാസ്മിൻ ടീമാണ്. അപ്പോൾ അതിന് അവർക്ക് കോയിൻസ് കൊടുക്കുന്നുണ്ട്. ഋഷി ടീമിന് കോയിൻസ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ വിജയിയായിട്ട് വരുന്നത് ഈ ജിൻഡോ ഈ ടീമാണ്, ജിൻഡോ ജാസ്മിൻ ടീമാണ് വിജയിയായിട്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നോറയുടെ ഒരു ചെറിയൊരു സീന് വരുന്നുണ്ട്. റസ്മിനും ജാസ്മിനും സംസാരിക്കുമ്പോൾ നോറ വന്നിട്ട് പറഞ്ഞു കിച്ചൺ ഡ്യൂട്ടിക്ക് വേണം, കിച്ചൺ ഡ്യൂട്ടിക്ക് ആളില്ല, അവിടേക്ക് പോകണം, സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ അത് കേൾക്കാത്ത മാതിരി നിൽക്കുകയും അങ്ങനെ 2-3 ഡയലോഗൊക്കെ അടിക്കുകയും ചെയ്തു. നീ എന്താണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ചപ്പോൾ അത് നോറ ഒരു വ്യക്തിപരമായിട്ട് അത് സീനായിട്ട് കരച്ചിലായിട്ട് അൻഷിബേനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ് അത്ര, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം പുതിയ അതിഥി ഒരു എന്താണെന്ന് അറിയില്ല. എന്തായാലും പുതിയ വിശേഷങ്ങളുമായി നാളെ കണ്ടുമുട്ടും.